Watch India's largest kids library only on Jio Hotstar. Download the app now. ഇന്ന് ഞാനൊരു അടിപൊളി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മോട്ടു പത്ലുവിനെ എന്റെ വഴിയിൽ നിന്ന് മാറ്റിയിട്ടേ അടങ്ങൂ. കൊള്ളാം ബോസ് കൊള്ളാം. ഇത് ശരിക്കും ജോക്ക് തന്നെ. ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങ് ഒരു നല്ല ജോക്ക് പറഞ്ഞു. എടാ തലയിൽ ആൾ താമസമില്ലാത്തവനെ, നീ എന്താടാ പറഞ്ഞത്? ഞാൻ എന്ത് പറയുന്നു അത് ഞാൻ ചെയ്തിരിക്കും. ചില സമയത്ത് ഞാൻ പറയാത്തത് വരെ തീർച്ചയായും ചെയ്തിരിക്കും. മനസ്സിലായടാ മരം വണ്ട. ഇന്ന് ഞാൻ മോട്ടു പത്ലുവിനെ എന്റെ വഴിയിൽ നിന്ന് മാറ്റിയിട്ടേ അടങ്ങും. എന്റെ സയന്റിസ്റ്റ് സുഹൃത്ത് ഇതാ വന്നോണ്ടിരിക്കുകയാണ്. ഇതെടുത്തോളൂ. ഈ മരുന്ന് 2 തുള്ളി കഴിപ്പിക്കൂ. എന്നിട്ട് അവരെ വലിയ കുട്ടികളാക്കൂ. അപ്പോ അവർ കുട്ടികളെ പോലെ പെരുമാറും. അവരുടെ ശരീരം വലുത് തന്നെയായിരിക്കും, പക്ഷെ ബുദ്ധി കുട്ടികളുടേതുപോലെ ആയിരിക്കും. ഇനി പറ നമ്പർ 1, നമ്പർ 2 എന്ത് പറയുന്നു? എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? ബോസ്, പ്ലാനൊക്കെ കൊള്ളാം. ഇത് ജോണായിരിക്കും. ഡോൺ. ഗുഡ് മോർണിംഗ് സർ. ഞങ്ങൾ സർക്കാരിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിനായി ഈ മരുന്ന് 2 തുള്ളി കഴിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്റെ പത്ലു ഒന്ന് വേഗം വരൂ. ഇത് നല്ലൊരു സ്കീമാണ് കേട്ടോ. 2 തുള്ളി കഴിച്ചാൽ ജീവിതകാലം മുഴുവൻ രോഗമില്ലാതെ ജീവിക്കാമെന്നോ? താങ്ക് യു ഡോക്ടർ. നിങ്ങൾ പറഞ്ഞ ആ മരുന്നിന്റെ 2 തുള്ളി ഞങ്ങൾക്കും തന്നേക്ക്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോ ബുദ്ധി കൊണ്ട് കുട്ടികളായി മാറും, പക്ഷെ ശരീരം വലുത് തന്നെയായിരിക്കും. വാ എന്റെ മക്കളെ, പെട്ടെന്ന് അച്ഛന്റെ അടുത്തേക്ക് വരൂ. വരൂ വരൂ. ബോസ് ബോസ്, ഇവർ നിങ്ങളെ അച്ഛനായിട്ടാ കരുതുന്നേ. യാഹൂ! നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു. ജോണെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കാണിച്ചിരിക്കും. മോട്ടു പത്ലുവിന്റെ ബുദ്ധി പിള്ളേരുടെ പോലെ ആയിരിക്കുന്നു. ഇനി നമുക്ക് സൗകര്യം പോലെ മോഷ്ടിക്കാമല്ലോ. അച്ഛാ നിക്കൂ. അച്ഛാ, ഞങ്ങളെ വിട്ടേച്ച് പോകരുത്. അച്ഛാ, എന്റെ പ്രിയപ്പെട്ട അച്ഛാ, അച്ഛാ. ഞങ്ങളുടെ പപ്പ ചക്കരമുത്ത് വാവ, താടി വെച്ച അച്ഛൻ. ആരുടെ അച്ഛൻ? എവിടുത്തെ അച്ഛൻ? എങ്ങനത്തെ അച്ഛൻ? മാറി നിക്കടേ, ഞാൻ നിങ്ങളുടെ അച്ഛനൊന്നുമല്ല. അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു. അച്ഛൻ എന്നെ വഴക്ക് പറഞ്ഞു. വേണ്ട മോനെ വേണ്ട, കരയണ്ട, പാല് തരാട്ടോ. എടാ വെട്ടന്മാരെ, നിങ്ങൾ എന്തിനാ ഈ ദുരന്തങ്ങളെ എടുത്തോണ്ട് പോകുന്നത്? താഴെ ഇറക്കവരെ. എന്റെ പ്രിയപ്പെട്ട അച്ഛാ, അച്ഛാ. ഒന്ന് മിണ്ടാതിരിക്കുക, ഒന്ന് അടച്ചിരിക്കുക. നിങ്ങൾ പോയി വല്ല പിള്ളേരുടെ കൂടെയും കളിക്കുക. എനിക്ക് ചോക്ലേറ്റ് വേണം, ഈ ചോക്ലേറ്റ് വേണം. ഇവന്മാർ എന്ത് പറഞ്ഞാലും കരച്ചിലാണല്ലോ. എടാ പോടാ, പോയി ചോക്ലേറ്റ് മേടിച്ചോണ്ട് വാ. എന്തിനാ എന്നെ തല്ലുന്നത്? Thank you, ചിറ്റപ്പ. ചിറ്റപ്പ നല്ല ചിറ്റപ്പനാ. ഡോക്ടർ ജഡ്ക, ഡോക്ടർ ജഡ്ക, എനിക്കൊരു വലിയ തെറ്റ് സംഭവിച്ചിരിക്കുന്നു. ഇവരെ ഒന്ന് ശരിയാക്കാമോ? ശരിയാക്ക പ്ലീസ്. ഓ ജോൺ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇവർക്ക് എന്താ പറ്റിയത്?
ഇവന്മാർ എന്നെ ശരിക്കും ശ്വാസം വിടാൻ പോലും സമ്മതിക്കുന്നില്ല. ഇനി നിങ്ങൾ തന്നെ ഇവരെ ശരിയാക്ക. പൊളിച്ചെടുത്തല്ലോ. നിങ്ങൾ രണ്ടാളും ഇങ്ങോട്ടൊന്ന് വന്നേ. കുട്ടികളെ നോക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. പൊളിച്ചെടുത്തല്ലോ. ഡോക്ടർ ചക്ക ഒന്ന് വേഗം ആവട്ടെ. ഒന്ന് ഉത്സാഹത്തോടെ ശ്രമിച്ചു നോക്കൂ. അല്ലെങ്കിൽ ഇവര് രണ്ടുപേരും ചേർന്ന് എന്റെ പരിപ്പ് ഇളക്കും. വേണ്ട, വിട്ടേക്ക്. വേണ്ട, ഡോക്ടർ ചക്ക രക്ഷിക്കണേ. എന്താ പറഞ്ഞ വലിയേട്ടാ, ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യുവാ? ഓ ചങ്ക്, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്റെ ഇഞ്ചക്ഷൻ കാരണമാ ശരിയായത്. ഇനി ജോണിനെ ഒരു പാഠം പഠിപ്പിക്കാനായി നമ്മൾ ഈ നാടകം കുറച്ചു നേരം കൂടി കളിക്കേണ്ടതായിരിക്കുന്നു. എന്താ മോട്ടു? അതെ പത്ലു, നടക്കന്റെ കുതിരെ ടിക് ടിക് ടിക്. അച്ഛൻ വന്നു, അച്ഛൻ വന്നു, അച്ഛൻ കുതിരയാവ്, അച്ഛൻ കുതിരയാവ്. പോ എന്റെ കുതിരെ ടിക് ടിക് ടിക്, പോ എന്റെ കുതിരെ ടിക് ടിക് ടിക്. ഞാൻ വടി കൊണ്ട് തടി മേടിച്ചെന്നാ തോന്നുന്നത്. ഇറങ്ങടാ ഇറങ്ങടാ, മാന്യന്മാരെ പോലെ പെരുമാറാൻ പഠിക്കേ. എന്തിനാടാ എന്റെ ചന്തി കടിക്കുന്നത്? വിടറാ, മാറാം. പെട്ടെന്ന് ഓടിക്കാ ഇവിടുന്ന്, അല്ലെങ്കിൽ ഞാനുണ്ടല്ലോ ശരിയാക്കി തരുന്നുണ്ട്. മുത്തശ്ശ, മുത്തശ്ശ. ഞങ്ങളുടെ പിള്ളേരുടെ ദേഹത്തെങ്ങാനും കൈവച്ചാലുണ്ടല്ലോ. ജീവിതത്തിൽ ആദ്യമായിട്ടാ പിള്ളേരെ കിട്ടുന്നത്. ഇത് കണ്ടില്ലേ, എന്റെ അടിമകൾ എനിക്ക് നേരെ കൈ ഉയർത്തുന്നു. അതിന് മാത്രം എന്താണ് ഈ പിള്ളേർക്കുള്ളത്? ഉറക്കം വരുന്നു, ഒരു കഥ പറഞ്ഞു തരുവോ? ഇവന്മാരെ കഥ പറഞ്ഞങ്ങ് ഉറക്കിക്കളയാം. പിന്നെ ഇവന്മാരെ എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി കളഞ്ഞിട്ട് വരാം. അപ്പൊ ശരി, കഥ കേട്ടോളൂ. ഒരിടത്തൊരു കള്ളനുണ്ടായിരുന്നു. അവൻ രാത്രി മോഷ്ടിക്കാൻ ഇറങ്ങി. ഈ കഥ വേണ്ട, ഈ കഥ വേണ്ട. എന്നാൽ അടുത്തത് കേട്ടോ. ഒരിടത്തൊരു രാജാവും റാണിയും ഉണ്ടായിരുന്നു. രാത്രിയായപ്പോ രാജാവ് വേഷം മാറി മോഷ്ടിക്കാൻ ഇറങ്ങി. ചീത്ത കഥയാ. എപ്പോഴും ഈ കള്ളന്റെ കഥ മാത്രമേ പറയുള്ളൂ. ഒരു കള്ളനായ പിന്നെ കള്ളന്റെ കഥയല്ലേ പറയാൻ പറ്റൂ. അച്ഛാ, നല്ലൊരു കഥ പറ. എന്നിട്ട് എന്താ ഉണ്ടായേ? എന്നെ കൊണ്ടെങ്കിൽ പറ്റത്തില്ല. വേണമെങ്കിൽ കിടന്ന് ഉറങ്ങട, പോയി കിടന്ന് ഉറങ്ങ്. മുത്തശ്ശ, അച്ഛൻ കഥ പറഞ്ഞു തരുന്നില്ല. ബോസ്, ഞങ്ങളുടെ അനന്തരവരെ നിങ്ങൾ കരയിച്ചോ? ഇത് ഞങ്ങൾ സഹിക്കില്ല. വേറെ കഥ പറയും. ജീവിതത്തിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ ഇതുപോലത്തെ പിള്ളേരുടെ അടുത്ത് എനിക്ക് കളിക്കാൻ നിൽക്കത്തില്ല. മോട്ടു പത്രവിനെ ഒരിക്കലൊന്ന് പിള്ളേരാക്കിയതേ ഉള്ളൂ. അപ്പോഴേക്ക് ഇവന്മാരെന്നെ അച്ഛൻ, അമ്മ, മുത്തശ്ശി, മുത്തശ്ശൻ, അമ്മാവൻ ഇവരുടെ എല്ലാം ഓർമ്മ കൊണ്ടുവന്നു. ഞാൻ പറയുന്നു കഥ പറയാൻ. പറയാം, കഥ പറയാതെ. അപ്പോഴേക്ക് നിങ്ങൾ പോയി ഇവർക്ക് തിന്നാനുള്ള ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ടു വാ. കമൽപൂരിൽ ഒരു സ്പെഷ്യൽ ചോക്ലേറ്റ് കടയുമുണ്ട്. വേഗം ചെല്ല്. ഞങ്ങൾ ഇപ്പൊ തന്നെ പോകാം ബോസ്. ഇപ്പൊ ഇവന്മാരെ ഉറക്കിയിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയേക്കാം. ആ ശരി മക്കളെ, താരാട്ട് പാട്ട് കേട്ടോളൂ. ഉണ്ണി വാവോ, പൊന്നുണ്ണി വാവോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാടൂ.
ഇല്ല ഇല്ല. തെറ്റ് സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കൂ. ഒരു തവണത്തേക്കെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്. ഉറപ്പാണോ? ഉറപ്പാണെന്നോ? ഒരു 1.5 ഉറപ്പ്. എങ്കിൽ ശരി, ഇനി ഇതുപോലെ ഒരിക്കലും ആവർത്തിക്കരുത്, മനസ്സിലായോ? ഒരിക്കലുമില്ല, ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾ രണ്ടുപേരും നേരെയായോ? അതെ, ഡോക്ടർ ജഡ്ക ഞങ്ങൾ അപ്പോഴേ ശരിയാക്കിയതാണ്. എന്ത്? എന്നെ എത്ര ഇടിച്ചു, എത്ര അധികം ബുദ്ധിമുട്ടിച്ചു. Watch India's largest kids library only on Geo Hotstar. Download the app now.